അപ്പോൾ എല്ലാവർക്കും ബ്രെയിൻ സെൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു വയർലെസ് മൈക്രോഫോൺ ആണ്. നമ്മുടെയൊക്കെ റോഡിൻ്റെയൊക്കെ വയർലെസ് ബോയിൻ്റെയൊക്കെ ഓൾമോസ്റ്റ് ഒരു സിമിലർ ലുക്കിലുള്ള ഒരു മൈക്കാണ്. പക്ഷെ അതിൻ്റെ പ്രൈസിൻ്റെ ഒരു 7,000 പോലും ഇത് വരില്ല, അത്രയും ചെറുതാണ്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പക്ഷെ നമുക്ക് ഇത് ടെസ്റ്റും കാര്യങ്ങൾ ചെയ്യാതെ എത്രത്തോളം വേർത്തിട്ടാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാര്യം ഇത് എടുത്തത് നമ്മൾ അലിബാബ വഴിയാണ്. അലി എക്സ്പ്രസ് ഒക്കെ ബാനായി, അലിബാബ വഴിയാണ് എടുത്തത്. പ്രൈസ് പോയിന്റ് പറയുന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ്, പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് പ്ലസ് കസ്റ്റംസിൻ്റെ ഡ്യൂട്ടി എല്ലാം കൂടെ ഉൾപ്പെടെ ഒരു 4 രൂപയ്ക്ക് താഴെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഒരു റിസീവറും ഒരു ഇതും മാത്രമേ ഉള്ളൂ, ട്രാൻസ്മിറ്റർ മാത്രമേ ഉള്ളൂ. അതായത് ഒരു മൈക്കും ഒരു റിസീവറും മാത്രമേ ഉള്ളൂ ഈ ഒരു ബോക്സിൻ്റെ അകത്ത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിസീവറും 2 മൈക്കിനുമുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഉണ്ട്. അതെന്ന് പറയുമ്പോൾ ഇതിനോട് പ്രൈസ് ആവും. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൈക്ക് മതി, ഞാൻ ഒരാളതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡൽ എടുത്തത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു അൺബോക്സിങ്ങും ഒരു ക്വിക്ക് ഒരു ഓവർവ്യൂവും മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ടെസ്റ്റിംഗ് നമുക്ക് വേണമെങ്കിൽ നടത്താൻ വേണ്ടി പറ്റും. ഒരു നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റേഞ്ച് എന്തോരം ഉണ്ട്, ബാറ്ററി കപ്പാസിറ്റി, ആ ഒരാഴ്ച കൊണ്ട് ഏകദേശം യൂസ് ചെയ്ത് നമുക്ക് ഓഡിയോ കറക്റ്റ് ഒരു ലെവൽ നമുക്ക് നമ്മുടെ ക്യാമറയിൽ സെറ്റ് ചെയ്യാൻ പറ്റണം. എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു ഔട്ട്കം കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, കൂടുതൽ സമയങ്ങളൊന്നുമില്ല. അപ്പോൾ അൺബോക്സിങ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബോക്സ് പാക്കേജിങ് വരുന്നത്. ബോക്സിന് വേറെ സീലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഇതിനകത്തോട്ട് പറഞ്ഞിട്ടാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡിലൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു QR കോഡും കാര്യങ്ങളാണുള്ളത്. ഇപ്പുറത്തെ സൈഡിലൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ മോഡൽ നമ്പർ പറഞ്ഞിട്ടുള്ള Sk750 എന്ന് പറഞ്ഞിട്ട് താഴത്തും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ കൂടുതൽ ടൈം കളയാണ്ട് ഇത് എന്തായാലും ബോക്സ് സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും തുറക്കാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്രോഫോൺ വരുന്നത്. ഇത് നമ്മുടെ റിസീവർ. ഇതാണ് നമ്മുടെ ക്യാമറയുടെ പൊക്കത്ത് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ആണെങ്കിൽ അതിൻ്റെ അവിടെ വെക്കുന്ന ഈ ഒരു യൂണിറ്റാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിൽ ഇതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഒരു ചെറിയൊരു കട്ടിങ് കൂടെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു 2 മൈക്കും ഒരു റിസീവറിനും വരാവുന്ന ഒരു യൂണിറ്റും കൂടി ആയിട്ടാണ് വരുന്നത്. സോ ഇത് എക്സ്ട്രാ മേടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. മേടിക്കാൻ കിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും നമുക്ക് ഇത് രണ്ടും പുറത്തേക്ക് എടുത്ത് വെച്ചേക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബോക്സ് തുറന്നിട്ടും ഇതിൻ്റെ അകത്ത് നമുക്ക് ബാക്കി കേബിൾസ് കാര്യങ്ങളുണ്ടാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 കേബിൾസാണ് വരുന്നത്. ഒരെണ്ണം നമ്മുടെ മൊബൈൽ ഫോണിനൊക്കെ പറ്റിയതാണ്. ഇത് ഫോണിന് പറ്റിയാണ്. കാര്യം TRRS ആണ് കേബിള്. ഇത് വരുന്നത് നമ്മുടെ ഇതിന് പറ്റിയാണ്, നമ്മുടെ ക്യാമറയ്ക്കൊക്കെ പറ്റിയാണ്. കാര്യം TRS to TRS തന്നെയാണ്. മറ്റേത് TRS to TRRS ആണ്. അപ്പോൾ ഈ സൈഡ് മൈക്രോഫോണിൻ്റെ നമ്മുടെ ഫോണിൻ്റെ ഓഡിയോ ജാക്കിലേക്ക് പോകും. ഈ സൈഡ് നമ്മുടെ ഈ ഒരു റിസീവർ ബോക്സിൻ്റെ അകത്തേക്ക് പോകും. ഇതിലാണെന്നുണ്ടെങ്കിൽ 2 സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കുത്തിയാലും കുഴപ്പമില്ല. ഈ ഒരു സൈഡാണ് മൈക്രോഫോണിൻ്റെ ഈ റിസീവറിലേക്ക് പോകുന്നത്, ഈ ഒരു സൈഡ് നമ്മുടെ ക്യാമറയിലേക്ക് പോകും. അത്രേ ഉള്ളൂ. അതല്ലാതെ നമുക്ക് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. അപ്പോൾ ചാർജിങ് കേബിൾ ഇൻട്രസ്റ്റിംഗ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ USB പോയിൻ്റേ ഉള്ളൂ. പക്ഷേ അതിൽ നിന്ന് 2 Type C പോർട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അറ്റ് ടൈം ഇത് രണ്ടും ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. കൊള്ളാം, നല്ല ഐഡിയ. ഓക്കെ, അതല്ലാതെ നമുക്കൊരു ഡെഡ് ക്യാറ്റ് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു മൈക്കിൻ്റെ പൊക്കത്തായിട്ടാണ് ഇതുള്ളത്. അതിലേക്ക് എന്തായാലും ഞാൻ വരാം. അപ്പോൾ ഡെഡ് ക്യാറ്റ് നമുക്ക് വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് വരുന്നത് ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്. അല്ലാതെ വേറെ ഒന്നുമില്ല. ഓക്കെ, ബോക്സ് അപ്പോൾ കാലിയായി. അപ്പോൾ ഇൻസ്ട്രക്ഷൻ മാനുവൽ എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ ചൈനീസും ഫ്രണ്ടിൽ ഇംഗ്ലീഷും ബാക്കിൽ നിന്ന് ചൈനീസും ഉണ്ട്. ഓക്കെ, ഒരു ചെറിയൊരു ഇതാണ്. അതിനകത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ബട്ടൺസ് കുറേ ഉണ്ട്, അതിനെക്കുറിച്ച് എല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തോരം സാധനങ്ങളാണ് ഉള്ളത്, അതുപോലെ തന്നെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും ഒക്കെ റേഞ്ചും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഈ ഒരു പേജ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്ര മതി തൽക്കാലം അല്ലേ. സോ ഇതിൻ്റെ അത് വരുന്നത് എന്താ പറഞ്ഞാൽ റീചാർജബിൾ ബാറ്ററി ആണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഈ ഒരു ചെറിയൊരു യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട്, 2 എണ്ണത്തിലും ക്ലിപ്പുണ്ട്, റിസീവറിലും ട്രാൻസ്മിറ്ററിലും ക്ലിപ്പുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാമറയുടെയൊക്കെ ഹോട്ട് ഷൂ മൗണ്ടിലേക്ക് നമുക്ക് ഇത് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. റിസീവർ ബോക്സ്, ഇത് മൈക്ക് നമ്മുടെ നമ്മുടെ ഇതിൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിലോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ആയിട്ട് കോളർ സൈഡിലായിട്ട് നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് അപ്പോൾ ബട്ടൺസിലേക്ക് വരുമ്പോൾ ഇതിനകത്തുള്ള അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് റിസീവറിൽ നിന്ന് തുടങ്ങാം. റിസീവറിൽ ആയപ്പോൾ ഒരു ബട്ടണുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞ പോലെ ഇവിടെയായിട്ടാണ് ഒരു ബട്ടൺ വരുന്നത്. ഇവിടെയായിട്ട് നമുക്ക് ഓണാണോ ഓഫ് ആണോ എന്ന് അറിയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ബാറ്ററി ഇൻഡിക്കേറ്റർ ഉണ്ട്. ഗ്രീൻ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജ് ഉണ്ടെന്നുള്ളതാണ്. റെഡ് ലൈറ്റ് സംതിങ് എന്തോ ആവും ചാർജ് തീരാറാകുമ്പോൾ. അതുപോലെ തന്നെ താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ Type C കേബിളാണ് ഇവിടെ വരുന്നത്. ചാർജിങ് ഇൻഡിക്കേഷൻ താഴെയുണ്ട്. ഓക്കെ,
ഇവിടെയായിട്ടൊരു ചെറിയൊരു ലൈറ്റ് കാണാൻ പറ്റും. പിന്നെ ചാർജിങ് ഇൻഡിക്കേഷൻ വേറെ ഒന്നും ഇതിനകത്തില്ല. അപ്പോൾ പറയുന്നുണ്ട് മെയ്ഡ് ഇൻ ചൈനയെന്ന്, ഒബ്വിയസ്ലി മെയ്ഡ് ഇൻ ചൈനയാണ്. അതുപോലെ തന്നെ ചാർജ് ചെയ്യേണ്ട വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് 0.5 ആമ്പാണ്. അപ്പോൾ ഇത് നമ്മൾ ഫാസ്റ്റ് ചാർജിങ് ഉള്ള ഫോണിൻ്റെ ബ്രിക്കിലോട്ടൊന്നും കൊണ്ടുപോയി കണക്ട് ചെയ്യരുത്, പണി കിട്ടും. നമ്മൾ മൈക്കിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈക്കിൽ ഫ്രണ്ട് ഇതാണ്. ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ട്, ഞാൻ പൊളിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രാച്ച് ചെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പൊളിച്ചിട്ടില്ല ഇപ്പോഴും. താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെയിം മറ്റേൽ കണ്ട പോലെ തന്നെ ടൈപ്പ് സി പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേഷൻ ലൈറ്റ് ഉണ്ട്. ഇപ്പർ സൈഡിലൊന്നുമില്ല. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മൈക്ക് ഉണ്ട്. ഇതിൻ്റെ പൊക്കത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സെയിം തന്നെ സിമിലർ സിനാരിയോ ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണക്ഷൻ മൈക്ക് നമ്മുടെ ഫോൺ അല്ലെങ്കിൽ ക്യാമറ ആയിട്ട് കണക്ട് ചെയ്യുന്ന പോർട്ടാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈവായിട്ട് ഓഡിയോ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലൈവ് ഓഡിയോ നമുക്ക് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതാണത്. അത് സെയിം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലും ഉണ്ട്. ഈ ഒരു മൈക്രോഫോണിൻ്റെ ഈ ഒരു ഇൻബിൽട്ട് മൈക്ക് അല്ലാതെ നമുക്ക് എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഇവിടെയും മോണിറ്ററിങ്ങിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതല്ലാതെ ബട്ടൺസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്താണ് ബട്ടൺസ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓൺ ഓഫും ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ ഫ്രീക്വൻസി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 ഫ്രീക്വൻസി മോഡ് ഉണ്ട്. അപ്പോൾ ഇൻ്റർഫറൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വോളിയം പ്ലസും വോളിയം മൈനസും നമുക്ക് ഈ ഒരു മൈക്രോഫോണിൻ്റെ പോയിന്റിൽ തന്നെയുണ്ട്. അത്യാവശ്യം അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വരാനുള്ള നമുക്ക് ഡെഡ് ക്യാറ്റ് ഉണ്ട്. അപ്പോൾ ഡെഡ് ക്യാറ്റിലേക്ക് വരാം. ഡെഡ് ക്യാറ്റ് ഇങ്ങനെയാണ് തുറക്കുന്നത്. ഓക്കെ, സോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇതാണ്. അതപ്പോൾ എങ്ങനെ മൗണ്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു പോയിന്റ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിത് ഇങ്ങോട്ട് വെറുതെ ക്ലിപ്പ് ചെയ്ത് നോക്കലാണ്. ഈ 3 പോയിന്റും കറക്റ്റായിട്ട് അലൈൻ ചെയ്യുക. ക്ലിപ്പായി. ഊരിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിൽ എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയുള്ള അൺബോക്സ് ചെയ്യാനുള്ളതും ഇത്രയുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, നമ്മുടെ വയർലെസ് മൈക്കാണ്. ഓക്കെ, സോ നമുക്ക് മൈക്ക് ദൂരത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുമായിരിക്കും. അല്ലേ, ഇപ്പോൾ സൗണ്ട് അത്യാവശ്യം നല്ല അവിടെ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ കുറച്ചായിരിക്കും കേൾക്കുന്നത്. ഓക്കെ, സോ ഇതിപ്പോൾ നമ്മുടെ ക്യാമറയിൽ ഇട്ടിരിക്കുന്ന ഓഡിയോ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15-ലാണ് ഇട്ടിരിക്കുന്നത്. നേരത്തെ നമ്മുടെ മൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോയയുടെ BY-MM1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൈക്കായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് വയേർഡ് ഒരു മൈക്ക് നേരത്തെ ഉണ്ടായിരുന്നു, ഒരു മാനോ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ. അപ്പോൾ അത് 700 സംതിങ് എന്തോ വേണ്ട. അത് അത്യാവശ്യം നല്ലൊരു ബൈക്കായിരുന്നു. പക്ഷേ അതിലെന്താ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറയിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ബാറ്ററി വെച്ചിട്ട് അതിനകത്തൊരു ഓൺ ഓഫ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി വർക്കിംഗ് ആണെന്ന് വിചാരിച്ചു, ബാറ്ററി ഡെഡ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഈ സാധനം അറിയുന്നത്, ശ്രദ്ധിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ വയേർഡ് മൈക്കാകുമ്പോൾ നമുക്ക് മൂവ്മെൻറ്റിന് ഇത്തിരി ഒരു ബുദ്ധിമുട്ട് വരും. നിങ്ങളൊരു മൂവ് ചെയ്യുന്നൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയെ പിടിക്കുകയൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വയർ കാണില്ല. എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ അടിയിൽ കൂടെയൊക്കെ ഇട്ട് അവിടെ കൂടെയൊക്കെ ഇട്ട് ഓടിക്കേണ്ടതായിട്ട് വരും. ഇത്തിരി അടങ്ങിയാൽ ഓടിച്ച പരിപാടിയാണ്. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഈസിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൈക്കിലേക്ക് വന്നത്. സോ നമ്മുടെ ബോയയിൽ വെച്ചിരുന്ന ഓഡിയോ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18 ഇതിനകത്ത് 15-ലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തോരം സൗണ്ട് ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ ഡെഡ് ക്യാറ്റിൻ്റെ കാര്യം പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. ഡെഡ് ക്യാറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഊരാൻ പറ്റില്ല. സാധാരണ ഞാൻ ഊരിയെടുത്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു 3 ലോക്കിംഗ് പോയിന്റ് ഉണ്ടായി. അതിനകത്ത് ഒരെണ്ണം ഒടിഞ്ഞു പോയി. ഇപ്പോൾ ഊരിയെടുക്കാൻ പറ്റും. ഇപ്പോൾ അത് കാരണം ഈസിയറായിട്ട് ഊരിപ്പോയിരുന്നുണ്ട്. ആ ഒരെണ്ണം ഒടിഞ്ഞു പോയതുകൊണ്ട് ഊരിപ്പോയിരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ ഇങ്ങനത്തെ മോഡൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ശ്രദ്ധിച്ചേക്കാം. മിക്കവാറും അത് ഒടിഞ്ഞ് കയ്യിരിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഗിവ് അവേയുടെ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പോർഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ടൈറ്റിലോ തംബ്നെയിലോ ഒന്നും ഗിവ് അവേയുടെ ഒരു കാര്യം പറ്റില്ല, കാരണം ഇതൊരു സീക്രട്ട് ഗിവ് അവേ ആണ്. സോ 2500 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞപ്പോൾ ഒരു ഗിവ് അവേ പെൻഡിങ് ആയിരുന്നു. അപ്പോൾ ആ ഗിവ് അവേ ആണ് ഇപ്പോൾ നടത്താൻ വേണ്ടി പോകുന്നത്. സോ നമ്മുടെ ചാനലിൽ പോയിട്ട് എബൌട്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കോൺടാക്റ്റ് ഇമെയിൽ കിട്ടും. ആ ഇമെയിലിലേക്ക് നിങ്ങൾ ഒരു മെയിൽ അയക്കാം. അപ്പോൾ നിങ്ങളുടെ ടൈറ്റിൽ നിങ്ങളുടെ എന്താണ് ഗിവ് അവേ 2500 ഗിവ് അവേ പാർട്ടിസിപ്പേഷൻ പിന്നെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അതിനകത്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഡ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ടെക്സ്റ്റ് ആയിട്ട് ഇവിടെ കാണും. ആ കോഡും കൂടെ നിങ്ങളുടെ ടൈറ്റിൽ ഉണ്ടാവണം. അത്രേ ഉള്ളൂ കാര്യം. അതിനുശേഷം നിങ്ങൾ മെയിൽ അയക്കാം. മെയിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എൻട്രി ആയി ഗിവ് അവേയിൽ. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയ് 15 15-ന് ശേഷം വരുന്ന ആഴ്ച അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ആഴ്ചയായിട്ട് ഞാൻ വിന്നറിനെ സെലക്ട് ചെയ്യും. അതും ഇതേപോലെ തന്നെ ഏതെങ്കിലും ഒരു വീഡിയോയിലൂടെ അനൗൺസ് ചെയ്യും. സോ അത്രേ ഉള്ളൂ ഗിവ് അവേ. ബാക്ക് ടു മെയിൻ വീഡിയോ.
സോ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ആരെങ്കിലും ഇതേപോലെ ഓഡിയോ ഡിവൈസസ് വാങ്ങാൻ വേണ്ടിയിട്ട് വയർലെസ് വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം. ആപ്പാടുള്ള ഒരു കോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലിബാബ വഴിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അവിടെ നിന്ന് പറയുമ്പോൾ നമ്മൾ സെല്ലറായിട്ട് കോൺടാക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജ്, ഷിപ്പിംഗ് ടൈം, കസ്റ്റംസ് ഡ്യൂട്ടി, അതിൻ്റെ പരിപാടികളൊക്കെ കുറച്ചൊരു ഇത്തിരി തലവേദന പിടിച്ച പരിപാടിയാണ്. പക്ഷേ എത്രത്തോളം വേർത്തായിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഓഡിയോയുടെ ഔട്ട്പുട്ട് കേട്ട് കഴിയുമ്പോൾ പറയാൻ വേണ്ടി പറ്റുമായിരിക്കും. അതുപോലെ എന്തായാലും ടെസ്റ്റിംഗ് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരത്തേക്കും ബൈ.